അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കും എന്ന സൂചന നൽകി ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം. ചടങ്ങ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവുത്ത് വിമർശിച്ചു. അയോധ്യയിലേത് BJP റാലിയാണ്, ആർക്കാണ് BJP പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്നും സഞ്ജയ് റാവുത്ത് ചോദിച്ചു. तो ये बीजेपी का 2-3 दिन का जो एक पॉलिटिकल इवेंट है वो खत्म होने के बाद हम जाएंगे भगवान के पास. ये राजनीति कर रहे हैं, उनका ना राम से नाता है ना उनके विचार से नाता है. ये चुनाव का जुमला है. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, എന്താണ് ശിവസേനയുടെ നിലപാട്? വേണു, അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം അതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ BJP തീരുമാനിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചത്. ഇപ്പോഴത്തെ ഇതെല്ലാം രാഷ്ട്രീയമാണ്, ആർക്കാണ് BJPയുടെ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്ന ചോദ്യമാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും സഞ്ജയ് റാവത്ത് ചോദിച്ചിരിക്കുന്നത്. നിലവിൽ പരിപാടിയല്ല, പകരം BJPയുടെ പരിപാടിയെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. BJPയുടെ റാലിയാണ് അവിടെ നടക്കാനിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ BJPയുടെ പരിപാടി കഴിഞ്ഞാൽ, അതായത് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം കഴിഞ്ഞാൽ പിന്നീട് അയോധ്യ സന്ദർശിക്കും എന്ന നിലപാടാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ശിവസേന അടക്കം ഈ പ്രതിഷ്ഠാ ദിന ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ പങ്കെടുക്കില്ല എന്ന സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ CPIയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും പ്രതിഷ്ഠാ ദിനത്തിൽ വിട്ടുനിൽക്കുമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. കൂടുതൽ പ്രതിപക്ഷ പാർട്ടികളടക്കം BJPയുടെ ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കണ്ടുകൊണ്ട് വിട്ടുനിൽക്കാനുള്ള തീരുമാനം സ്വീകരിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ എന്തായാലും ഏറെ പ്രധാനപ്പെട്ട ഒരു നിലപാട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ശിവസേന സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ശിവസേന ഈ പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന സൂചന തന്നെയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.